ഈ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരു ടൂർ പോക്കായിരുന്നു കേട്ടോ അത്. നെല്ലിയാമ്പതിയിലേക്ക് രാവിലെ ഒരു 6 മണി 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ചങ്ങനകുളം കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു വിശപ്പൊക്കെ തുടങ്ങി. എന്നാൽ പിന്നെ വയറിന്റെ വിശപ്പൊക്കെ ഒന്ന് തീർത്തിട്ട് മതി ബാക്കി യാത്ര എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി നല്ല മസാല ദോശയൊക്കെ കഴിച്ച് കുതിരാൻ ടണൽ വഴിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടണലിൽ ഏകദേശം 1.5 കിലോമീറ്റർ അധികം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഞെട്ടിയായിരുന്നു കേട്ടോ. എത്ര പണിയെടുത്തിട്ടുണ്ട്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങളുടെ ടൂറിന്റെ പ്ലാനിങ് ഒക്കെ. പക്ഷെ നടന്നു കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടാ, ഈ ലാസ്റ്റ് സമയം വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് പോത്തുണ്ടി ഡാമിലേക്കാണ് കേട്ടോ. മുമ്പ് ഒരു വട്ടം ചെറുപ്പത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് മുന്നേ ഒരു ടൂർ പോയപ്പോൾ വന്നതാണ്. ഈ കാണുന്ന സ്റ്റെപ്പ് അന്ന് കയറി ഇറങ്ങാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ ആയിരുന്നില്ല ഇപ്പോൾ. നല്ലോണം പണിയെടുത്തിട്ടാ കയറി കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ പോലുള്ള ആരോഗ്യമൊന്നും ഇപ്പൊ ഇല്ലാന്ന് മനസ്സിലായി. എനിക്ക് മാത്രമല്ല ശ്രീഷ്മയ്ക്കും അത് തന്നെയായിരുന്ന അവസ്ഥ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. കുട്ടികളെ കാര്യം പിന്നെ നേരെ തിരിച്ചായിരുന്നിട്ടാ. ആദ്യം ഓടിച്ചാടി എത്തിയത് അവരായിരുന്നേ. മുകളിൽ ചെന്ന് കയറിയപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് മലയും കുന്നും പുഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ ചെന്ന് കയറിയ സമയം നട്ടുച്ച സമയമായിരുന്നേ. നല്ലോണം വെയിലുണ്ടായിരുന്നു. അതങ്ങ് കൊണ്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും. അപ്പോൾ കുറേ അധികം ഞങ്ങളവിടെ നിന്നിട്ട് വെറുതെ മക്കളെ കൊണ്ട് വയ്യാകെ വരുത്തിക്കേണ്ടെന്ന് വെച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചുറ്റിനും പാർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടേ ചെന്നിരിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളെ സ്റ്റെപ്പ് കയറിയ പാടെ അങ്ങോട്ട് ഇറങ്ങിയ കാരണം കാലിന് ചെറിയൊരു വിറ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നായിരുന്നേ. അപ്പോഴാണ് ഇവിടെ കുറേ കുരങ്ങന്മാരുടെ വിക്രസും വികൃതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ. ഞങ്ങൾ ഇരിക്കണത് ഒരു വലിയ മാവിൻ്റെ ചോട്ടിലായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് മാങ്ങ കടിച്ചും പറിച്ചും താഴത്തേക്ക് ഇടുകയായിരുന്നു. തലയിലേക്ക് എങ്ങാനും വീണ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് വല്ലാതെ അവിടെ ഇരുന്നില്ല. വേഗം തന്നെ ഞങ്ങൾ നടന്ന് നീങ്ങിയേ. അപ്പോൾ പാർക്ക് നോട്ടം വെച്ചിട്ടാണ് മക്കളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണേ. ഇക്രൂനും ലക്കിക്കും മിഴിമോൾക്കൊക്കെ പാർക്ക് കണ്ടാൽ പോരെ. ഊഞ്ഞാലും മറ്റു റൈഡൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരുന്നില്ല. ഓരോന്നും ചങ്ങല വെച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന സാധനത്തിലെ മുതിർന്നവരൊക്കെ കയറിയിട്ട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കായിരുന്നു റൈഡൊക്കെ. ആകെ കൂടി ഇവർക്ക് കളിക്കാൻ പറ്റുന്നത് ദൈ കാണുന്ന സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലാതെ അവിടെ കയറി ഇറങ്ങി സമയം വൈകിച്ചില്ല. ഇനി നെല്ലിയാമ്പതി അങ്ങോട്ട് എത്താനുള്ളതല്ലേ. കുരങ്ങന്മാർ കാണാതെ 4-5 ഐസ്ക്രീം വാങ്ങി കാറിന്റെ ഉള്ളിൽ വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചത്. നല്ല ബിരുദന്മാരായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നെല്ലിയാമ്പതി ഹിൽസ് ഏകദേശം അടുത്ത് കഴിഞ്ഞ്. അങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ ചെറിയ രീതിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. കാരണം ഈ ടൂറ് വന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം ചെറുതായിട്ടൊരു പനി പിടിച്ചു. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് അവിടുത്തെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു ഫാം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പോയതിൽ വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമായിരുന്നു കേട്ടോ. കുറേ അധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ. പക്ഷെ ഓറഞ്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഓറഞ്ചിന്റെ ഫാം ഇട്ടാ സംഭവം സീസണിലായിരുന്നില്ല. അവിടെ നിന്നിരുന്ന ചേച്ചിയാ പറഞ്ഞത് ഒരാഴ്ച മുന്നെയാണ് ഓറഞ്ചൊക്കെ പൊട്ടിച്ചിട്ട് അവര് സ്ക്വാഷിനും ജാമിനൊക്കെ വേണ്ടിയിട്ട് പൊട്ടിച്ചതെന്ന്. അപ്പോൾ ഫാമിലേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട് നടക്കാൻ. അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് കാര്യമില്ല, അവിടെ ഉണ്ടായി വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പാകമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ വരെ നടന്നെത്തിയില്ല. ചുറ്റുഭാഗമുള്ള ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത്. ഏറുമാടം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല. തൊട്ടപ്പുറത്തതാ ഇല്ലിമുളം കാട്, അത് ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കയറിയപ്പോഴൊരു പ്രത്യേകതരം തണുപ്പും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നായിരുന്നു. മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടായിരുന്നു ഒളിച്ചുകളൊക്കെ കളിച്ചോണ്ടിരുന്നത്. ഈ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോഴേ എല്ലാവരും ആ പഴയ സിനിമ പാട്ടില്ലേ അത് പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇല്ലിമുളം കാട്. എന്തായാലും ഞങ്ങളും ആ പാട്ട് പാടിയിട്ടാണ് അവിടെ കയറി ഇറങ്ങിയത്. മുഖമൊക്കെ നന്നായിട്ട് ക്ഷീണിച്ച് വരുന്നുണ്ട് കേട്ടോ. വെയിലൊക്കെ കൊണ്ട് ഒരു ലെവലായിട്ടുണ്ട്. നടന്ന് വരുമ്പോൾ ഒരു വലിയൊരു അമ്പൽക്കുളം കണ്ടായിരുന്നേ. അതൊക്കെ കവർ ചെയ്ത് ഞങ്ങളിനി തിരിച്ചു പോവാം, ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ചെറിയൊരു ഫാം പോലെ കണ്ടത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ നല്ല ചെടികളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ശ്രദ്ധയിൽ പെട്ടു. അപ്പം എന്നാൽ അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ മുൾച്ചെടിയൊക്കെ ആയിട്ട് ചുറ്റോറം നല്ല രസത്തിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്കാണെങ്കിൽ അതൊന്നും കാണാനുള്ള ത്രാണിയില്ല. ഒന്നാമത് നടന്ന് ക്ഷീണിച്ചിരിക്കണു, വിശപ്പോണ്ടും വയ്യ. അപ്പോൾ വല്ലാതെ അങ്ങ് കാണാൻ നിൽക്കാതെ ഞങ്ങൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി.
അപ്പോൾ അവിടുത്തെ ചേച്ചി പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരു സംഭവം കാണിച്ചു തരാമെന്ന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുൾച്ചെടി ഒന്ന് പോയിട്ട് തൊട്ട് നോക്കുന്നുണ്ട്. നല്ല കൂർത്ത് നിൽക്കുകയാണ് അതിൻ്റെ മുള്ളുകളൊക്കെ. ഇതൊക്കെ ഇവിടെ സെയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടി കൊടുക്കാനും ഇവരത് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. എന്നാൽ തിരിച്ചു പോവാൻ നേരത്ത് ചേച്ചി എന്നിട്ട് പറഞ്ഞ ഒരു സംഭവം കാണിച്ചു തരാറുണ്ട്. മൂപ്പരാള് പോയിട്ട് ഒരു മൂലയ്ക്ക് ഒരു സ്വിച്ച് അങ്ങ് വർക്ക് ചെയ്തേ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടേ ഈ മഴ പെയ്ക്കുന്ന സംഭവം, മഴ അല്ല മഞ്ഞ് പെയ്ക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പൊതുവെ നല്ല ചൂട്ടത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇതിൻ്റെ അടിയിലെങ്ങാനും പോയി നിൽക്കണം. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ഏട്ടനും രഞ്ജുവേട്ടനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ തിരിച്ച് വിളിച്ച് ഞങ്ങളിത് കാണിച്ചതാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വേഗം പോയത് ഫുഡ് കഴിക്കാനാണ്. വയറൊക്കെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എല്ലാവരും ബിരിയാണി പറഞ്ഞേ. കുഴപ്പമില്ല, നമ്മളെ ഈ ഏരിയ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ ബിരിയാണിയിലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്നറിയില്ല. വയറ് നിറച്ചും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത് പോയത് സീതാർകുണ്ടിലേക്കാണ് കേട്ടോ. ഇവിടെ കയറുന്ന വരെ ഞാൻ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. കാരണം ഇച്ചിരി പാടന്നെയായിരുന്നു ആ കുന്നുകൊണ്ട് കയറി വരാനായിട്ട്. പക്ഷെ ഇതിൻ്റെ ടോപ്പിൽ ചെന്നിട്ടുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചെറുപ്പത്തിൽ എനിക്ക് നടന്നു പോകുമ്പോൾ ചെറിയൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. പാപ്പൻ്റെയും മക്കളുടെ ഒക്കെ കൂടെ കല്യാണത്തിന് മുന്നേ പോയതാണ് ഇവിടെ. എൻ്റെ മല കയറുന്ന കയറ്റം കണ്ടിട്ട് ഇക്രുമോ എന്നെ കളിയാക്കുന്നുണ്ട്. എന്താണ് അമ്മ ഓടിച്ചാടി കയറുന്നത്? അവൻ്റെ പ്രായത്തിൽ ഇവിടെ വന്നപ്പോൾ ഇതിൽ നല്ല ഉഷാറായിട്ടാടാ ഞാനിവിടെ കയറി വന്നതെന്നൊക്കെ പറഞ്ഞു. ഒരു കാലത്ത് നമ്മളും ഒരു വർണ്ണ പട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വയ്യട്ടാ, ഭയങ്കര ക്ഷീണവും ഈ കുന്നൊക്കെ കയറി വരുമ്പോഴേ. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നായിരുന്നു. ഞാനും ശ്രീഷ്മയും കൂടിയിട്ട് ഒരു സൈഡിലും രഞ്ജേട്ടനും സന്ദീപേട്ടനും കൂടിയിട്ട് ഒരു സൈഡിൽ ഇരുന്നേ. എത്ര ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നാലും ഇതൊക്കെ ഒരു രസം തന്നെയല്ലേ, മക്കളായിട്ട് ഇങ്ങനെ പുറത്തു പോകുന്നത്, പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും പിറ്റേ ദിവസം വിളിക്കുമ്പോൾ പറഞ്ഞത് അടുത്തത് എങ്ങോട്ടാണ് ഈ ടൂറെന്നാണ്. മക്കൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആണ്, ഇഷ്ടമാണ് പുറത്തേക്കൊക്കെ പോകുന്നതും ഇതുപോലൊക്കെ ചില്ല് ചെയ്യുന്നതും. എന്തായാലും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഈ ഒരു ചെറിയ ടൂറിലും ഞങ്ങളുടേതായ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.